Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ TWS ഇയർഫോൺസ്. ഒരുപാട് TWS ഇയർഫോൺസ് ഉണ്ട് മാർക്കറ്റിലെ. എല്ലാ പ്രൈസിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം 500 റുപ്പീസ് മുതൽ 20,000 30,000 രൂപ എത്ര പ്രൈസ് സെഗ്മെന്റിൽ വേണമെങ്കിലും നമുക്ക് TWS കിട്ടും. ഏത് പ്രൈസ് സെഗ്മെന്റിലും TWS കിട്ടും. എന്നാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് 5,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് താഴെ കിട്ടാവുന്ന കുറച്ച് നല്ല ക്വാളിറ്റി TWS ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻഫാക്ട് ഈ TWS എല്ലാം തന്നെ ഞാൻ സ്പെസിഫിക്കലി ടെസ്റ്റ് ചെയ്ത് എന്താ പറയുക ഒരുപാട് കാലം യൂസ് ചെയ്ത TWS ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 4-5 സെലക്റ്റീവ് TWS ബിലോ 5,000 റുപ്പീസ്. അതായത് എപ്പോഴും ഞാൻ TWS ആൾക്കാരുടെ സജഷൻസ് ചോദിക്കുമ്പോൾ പറയുന്നത് ലോക്കൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ റീബ്രാൻഡ് ചെയ്ത് വരുന്ന ബ്രാൻഡ്സിനേക്കാളും കുറച്ചുകൂടെ നല്ലത് റെപ്യൂട്ടഡ് ബ്രാൻഡ്സിൻ്റെ കുറച്ചുകൂടെ വില ഒരു 500-1000 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള TWS കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ചെവിയിൽ വെക്കുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും നല്ല അതിനൊരു മിനിമൽ ക്വാളിറ്റി വേണം എന്നുള്ളത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത ഒരു 5-6 TWS ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 5,000 രൂപയ്ക്ക് താഴെ, എന്നാൽ എല്ലാ 5,000 രൂപയല്ല, 2,000 രൂപ, അതിന് താഴെ 3,000 എല്ലാ പ്രൈസ് കാറ്റഗറിയിലുള്ള കുറച്ച് നല്ല TWS ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാത്തിലും നല്ല ഫീച്ചർ റിച്ചും അടിപൊളി സൗണ്ട് ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഈ പ്രൈസ് സെഗ്മെന്റ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ TWS ഒന്ന് നോക്കാം. ഇതാണ് OnePlusന്റെ ഈ അടുത്തിറങ്ങിയ OnePlus Buds 3. ഇത് നല്ല ഒരു ക്വാളിറ്റി TWS ആണ്. 5,499 രൂപ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് 5,000 രൂപയ്ക്ക് മുകളിലല്ലേ? എന്നാൽ ചില കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് ഇത് 5,000 രൂപയ്ക്ക് താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ OnePlusന്റെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു നല്ല TWS ആണ് ഇത്. ഞാൻ ഇതിന്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി TWS ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണെങ്കിൽ നല്ലതാണ്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഫീച്ചേഴ്സ് സെറ്റ് ഉണ്ട്. അടിപൊളി ബാറ്ററി ലൈഫ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ഹേം LED ആപ്പ് ഉണ്ട്. ഇൻഫാക്ട് ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിൽ ഹേം LED ആപ്പ് സപ്പോർട്ടഡ് ആണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ട് ലെവലാണ്, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ OnePlusന്റെ TWS പൊതുവെ ബേസ് ഓറിയന്റഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവെ ഇന്ത്യൻസിന് ബേസ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നവരാവുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു TWS ആണ് OnePlus Buds 3. ഇൻഫാക്ട് ഇത് ഇറങ്ങിയ സമയത്ത് ഞാനൊരു 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അത്രയും നല്ല ക്വാളിറ്റി TWS ആണ് OnePlus Buds 3 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത് നമുക്ക് അറിയാവുന്ന CMF എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതായത് നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സബ് ബ്രാൻഡാണ് CMF. അവര് CMF Buds ഇത് 2,499 രൂപയ്ക്ക് ഇറങ്ങിയ ഒരു TWS ആണ്. എഗെയിൻ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ്. ആ ഒരു സർക്കുലർ തിങ്, അതിന്റെ ഫംഗ്ഷനാലിറ്റി ഒന്നുമില്ലെങ്കിലും വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ്. പ്രത്യേകിച്ച് ഈ ഓറഞ്ച് കളർ നല്ല ഒരു കളർഫുൾ തീമാണ്. അതിനൊപ്പം തന്നെ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസും നല്ലതാണ്. ANC-യും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2,499 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു TWS ആണ് നത്തിങ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം, നത്തിങ്ങിന്റെ ബഡ്സും എല്ലാം തന്നെ കൊള്ളാം. പക്ഷെ എന്നാലും ചിലവർ റിപ്പോർട്ട് ചെയ്ത ചില ഒരു ബഡ്സ് എന്താ പറയുക സൗണ്ട് മിസ്സാവുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു മാത്രം. എന്നാൽ എൻ്റെ ഇതിൽ അത് ആ ഇഷ്യൂ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൺഫേം ആയി പറയാൻ പറ്റില്ല. എന്നാൽ ചില യൂസേഴ്സ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബഡ്സ് ഫെയിൽ ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ട്. അപ്പോൾ അത് എഗെയിൻ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് നല്ല 2,499 രൂപയ്ക്ക് നല്ലൊരു വേർത്തി TWS ആണ് ഡെഫിനറ്റ്ലി പറയാം. CMFന്റെ ബഡ്സ് എഗെയിൻ ഇതിനകത്തും 12.4mm ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. 4 HT മൈക്രോഫോൺസ് ആണ് വരുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനുമാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ പെയറിംഗ് കണക്ടിവിറ്റി ഉണ്ട്. ഇൻഫാക്ട് ആദ്യത്തേലും ഡ്യുവൽ പെയറിംഗ് കണക്ടിവിറ്റി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു TWS CMF ബഡ്സ്. ഇനി മൂന്നാമത്തെ ഈ സെഗ്മെന്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എഗെയിൻ OnePlusന്റെ ആണ്. OnePlusന്റെ നോട്ട് സീരീസ് ആണ്. ആദ്യം പരിചയപ്പെടുത്തിയത് OnePlus സീരീസ് ആണ്. ഇത് OnePlusന്റെ നോട്ട് സീരീസ് കുറച്ചും കൂടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. OnePlus Nord Buds 3 Pro. എഗെയിൻ ഇത് 3,700 രൂപയ്ക്കാണ് ഇറങ്ങിയത്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. നല്ലൊരു ഡ്യുവൽ പാറ്റേൺ ഫിനിഷ് ഒക്കെയാണ്. അതിനൊപ്പം തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ആപ്പ് സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ബേസ് സപ്പോർട്ട് ഉണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതിൻ്റെ TWSന്റെ സ്റ്റെം ഒക്കെ വളരെ നല്ല ടേപ്പേർഡ് ഡിസൈൻ ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം നോട്ട് ബഡ്സ് 3 Pro എഗെയിൻ നോട്ട് സീരീസിലെ ബഡ്സ് എല്ലാം തന്നെ ബേസ് സിഗ്നേച്ചർ ആണ്. കുറേയും കൂടെ
ഫോളോ ചെയ്യുന്നത്. അത് പൊതുവെ എല്ലാ OnePlusന്റെ TWSഉം ബേസിലോട്ടാണ് കുറച്ചൊരു മുൻതൂക്കം കൊടുക്കുന്നത്. എന്നാൽ ബേസ് മാത്രമല്ല കേട്ടോ, ചില TWSന്റെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വെറും ബേസ് മാത്രം കൊണ്ട് ഒരു പതർച്ച വരുന്ന ടൈപ്പ് സൗണ്ട് ഒക്കെ വരും. ഇത് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, നല്ല ക്വാളിറ്റി സൗണ്ട് സിഗ്നേച്ചർ ആണ്. അതിനൊപ്പം തന്നെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹേ മെലഡി ആപ്പ് വെച്ച് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ OnePlus Nord Buds 3 Pro നല്ല ഒരു അടിപൊളി TWS ആണ്. എഗെയിൻ ഒരു 5000 രൂപയ്ക്ക് താഴെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല TWS ആണ് OnePlus Nord Buds 3 Pro. ഇനി അടുത്തത് ഈ സെഗ്മെന്റിൽ റെഡ്മിന്റെ ബഡ്സ് ആണ്, റെഡ്മി ബഡ്സ് 5. ഇതും ഞാൻ ഈ ചാനലിൽ ഓൾറെഡി ഒരു ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാണ്. 2999 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. 2999 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഡിസൈൻ ഒക്കെയാണ് വരുന്നത്. വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ് ഡെഫിനറ്റ്ലി പറയാം. എന്നാൽ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല, കുറച്ചൊരു ഫ്ലിംസി ബിൽഡാണ്, അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ സൗണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തിൽ നല്ലതാണ്, അത്യാവശ്യം നല്ല ബേസ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്, ഷവമി ഇയർഫോൺസ് ഒരു ആപ്പ് ഉണ്ട്, അത് വെച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്ന. അപ്പൊ ആ കാര്യത്തിലൊക്കെ നല്ലതാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഓവറോൾ റെഡ്മി ബഡ്സ് 5 നല്ലൊരു ഓപ്ഷനാണ്. 2999 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇനി അടുത്തത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു TWS ആണ്. എന്നാൽ ഇത് ഇപ്പോഴും തന്നെ നല്ലൊരു ക്വാളിറ്റി TWS ആണ്. ഇതേതറിയോ, ഓപ്പോന്റെ എൻകോ എയർ 3 Pro. ഇപ്പൊ ഏതാണ്ട് 3700 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് കഴിഞ്ഞ വർഷത്തെ ആണെന്ന് വെച്ചിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി. കാരണം ഇത് LDAC സപ്പോർട്ടോടുകൂടി വരുന്ന ഹൈറസ് ഓഡിയം LDAC സപ്പോർട്ടുള്ള ഒരു TWS ആണ്. ഇതിലും നല്ലൊരു സ്റ്റൈലിഷ് ഇതാണ്. ബാംബു ഫൈബർ ഡയഫ്രം ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 49 ഡെസിബിൾസ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, പിന്നെ ഡ്യുവൽ ഡിവൈസ് സപ്പോർട്ട് ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് 5.3 എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. സൗണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഓപ്പോ ആണ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്നത്. ബഡ്ജറ്റ് സെഗ്മെന്റിലും ഈവൻ മിഡ് റേഞ്ച് സെഗ്മെന്റിലൊക്കെ അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഓപ്പോ ഉണ്ട്, അതിൽ ഒരു സംശയമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല TWS ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്, കഴിഞ്ഞ ജൂലൈയിൽ എന്തോ ഇറങ്ങിയതാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി ആയതുകൊണ്ടാണ് ഓപ്പോന്റെ എൻകോ എയർ 3 Pro. അപ്പോൾ അഗെയിൻ നല്ല ഒരു TWS ആണ്. ഇനി അടുത്തത് ഈ പ്രൈസ് സെഗ്മെന്റിൽ എന്ന് പറയുന്നത് 2000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ബഡ്ജറ്റ് അഫോർഡബിൾ TWS ആണ്, ഓണർ ചോയ്സ് ഇയർബഡ്സ് X5. ഇതും ഏതാണ്ട് ഒരു 5-6 മാസം മുമ്പ് ഇറങ്ങിയതാണ്. 1999 രൂപയുടെ. ഇൻഫാക്ട് ചിലപ്പോൾ കാർഡ് ഓഫറിലൊക്കെ അതിലും കുറഞ്ഞു കിട്ടും, 1800 രൂപയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. എന്നാൽ ചില പോരായ്മകളുടെ കാരണം ഇതിനകത്ത് ഇൻ-ഇയർ ഡിറ്റക്ഷൻ ഇല്ല. കാരണം പ്രൈസ് കുറയുന്നതോടും കുറച്ച് ഫീച്ചർ സെറ്റ് ഒക്കെ കുറവാണ്. ഇതിനകത്തും ആപ്പ് സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അഗെയിൻ ഓണർ ചോയ്സ് ഇയർബഡ്സ് X5 സൗണ്ട് ക്വാളിറ്റി കാര്യത്തിൽ അത്യാവശ്യം നല്ല ബേസ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ബേസിക് ആയ ഓപ്ഷൻസ്, സ്റ്റേബിൾ കണക്ഷൻ, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, 35 hours ലോങ് ബാറ്ററി ലൈഫും എല്ലാം തന്നെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് വെച്ചാൽ ആണ്. എന്നാൽ ഭയങ്കര വാവ് ഫാക്ടർ ഒന്നുമില്ല, എന്നാലും ഓവറോൾ കുഴപ്പമില്ലാത്ത ഒരു ഗുഡ് ലുക്കിംഗ് TWS ആണെന്ന് പറയാം. അപ്പോൾ ഇതിന്റെ വില 2000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു സെലക്ഷൻ. അതായത് 5000 രൂപയ്ക്ക് താഴെ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്താട്ടോ. ഇതിൽ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്യാത്ത ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയ TWS മാത്രമേ സെലക്ട് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ എവിടെ പോയി? കാരണം അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ക്യൂറേറ്റഡ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 4-5 എണ്ണം ബെസ്റ്റ് ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസ് കാറ്റഗറി ഉണ്ട്, 5000 രൂപയുണ്ട്, 4000 രൂപയുണ്ട്, 3000 രൂപയുണ്ട്, 2000 രൂപ താഴെയുണ്ട്. അപ്പോൾ ഇതാണ്. ഇനി ഇതിലും താഴെ ഉള്ളത് ഉണ്ട് ആക്ച്വലി. പോക്കോന്റെ ബഡ്സ് X1 ഇപ്പോൾ അടുത്തിറങ്ങിയ, റെഡ്മിന്റെ ബഡ്സ് 5C 5A ഇതൊക്കെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. എഗെയിൻ അതും 2000 രൂപയ്ക്ക് താഴേക്ക് വരുന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 1700 രൂപയ്ക്കൊക്കെ പോക്കോന്റെ ബഡ്സ് X1 കിട്ടുന്നുണ്ട്. അതും ഞാൻ ഈ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള TWS നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ പേഴ്സണൽ പിക്കാണ് ഈ ഒരു 6 എണ്ണം നല്ല ക്വാളിറ്റി ഇയർഫോൺസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ബെസ്റ്റ് TWS ബിലോ 5000 റുപ്പീസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏതാണ്, എൻ്റെ പേഴ്സണൽ സെലക്ഷനിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ഷന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ എന്നും കമന്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.